MDMA കേസിലെ പ്രതികൾ VD സതീശനൊപ്പം നിൽക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപുള്ളതാണ് ഈ ചിത്രങ്ങൾ. കോഴിക്കോട് നടന്ന ഇഫ്താർ സംഗമത്തിലേതാണ് ചിത്രങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ലഹരി വ്യാപാരമെന്ന ആരോപണം ഇടതു കേന്ദ്രങ്ങൾ ശക്തമാക്കുകയാണ്. കേസ് തേച്ചു മായ്ക്കാനാണ് ശ്രമമെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നാണ് DYFI നേതൃത്വം വ്യക്തമാക്കുന്നത്. MDMA കേസിൽ പിടികൂടിയ പ്രതികളുമായി തനിക്ക് അത്ര ഗാഢമായ ബന്ധം ഇല്ല എന്ന് VD സതീശൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് കോഴിക്കോട് 2025 മാർച്ച് 22 അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ നടത്തിയ ഇഫ്താർ വിരുന്നിന്റെ ദൃശ്യങ്ങൾ, അതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ MDMA കേസിലെ പ്രതിയായ മുഹമ്മദ് ഹുസൈൻ വളരെ സജീവമായി പങ്കെടുത്തു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അന്ന് മലബാർ മേഖലയിലെ നേതാക്കളും മുസ്ലിം മേഖലയിൽ നിന്നുള്ള ആളുകളുമൊക്കെ അടക്കമുള്ള വളരെ കുറച്ച് പേർ, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് അന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തത്. ആ ചടങ്ങിൽ മലബാറിന് പുറത്തുനിന്നും പങ്കെടുത്ത ഏക ആൾ, VD സതീശനോടൊപ്പം അടുപ്പമുള്ള ആൾ എന്ന് വേണമെങ്കിൽ KH മുഹമ്മദ് ഹുസൈനെ വിളിപ്പിക്കാം. അന്നത്തെ ചടങ്ങിൽ ആദ്യമന്ത്യം അദ്ദേഹം പങ്കെടുക്കുകയും ആളുകളോട് മറ്റുമൊക്കെ ആശയവിനിമയം നടത്തുകയും VD സതീശനോട് ഏറെ അടുത്ത് ഇടപഴകുകയും ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വരികയും ചെയ്തത്. എന്തായാലും നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് കടുപ്പിച്ച് ഇടതുപക്ഷം രംഗത്തെത്തിയിരുന്നു. CPM നേതാക്കൾ തന്നെ ഈ പ്രതിയായ ആൾ VD സതീശനൊപ്പം ഈ ഇഫ്താറിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. DYFI അടക്കം വലിയ പ്രതിഷേധങ്ങൾ, കടുത്ത പ്രക്ഷോഭം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം മുതലെടുത്താണ് മയക്കുമരുന്ന് പ്രതികൾ കടത്തിയതെന്നാണ് ആരോപണം ഉയരുന്നത്. നവകേരള യാത്ര നടന്നത് 2023 അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഈ പ്രതി തന്നെ പല ഘട്ടത്തിൽ വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 2021 മുതൽ തന്നെയുണ്ട്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഏത് സമയത്തും കയറി ചെല്ലാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുമായുടെ ഏത് സ്വകാര്യ ചടങ്ങിലും പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുന്ന ബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെയും അബ്ദുൾ സലാമിനെയും നേരിട്ട് തനിക്കറിയാം. അവർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ലാത്തി ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തനിക്കൊരു സോഷ്യൽ മീഡിയ ടീം ഇല്ലെന്നും പിടിയിലായ ആൾ തന്റെ സോഷ്യൽ മീഡിയ ടീമിന്റെ കോർഡിനേറ്റർ അല്ലെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഈ വാദങ്ങളൊക്കെ പൊളിയുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഒപ്പം മലബാർ മേഖലയിലെ തന്നെ വിവിധ ജില്ലകളിൽ MDA വിതരണം ഈ പ്രതികൾ നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. അത്തരം കടത്തലിന് പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായി ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധമാണ് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.